നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ ഫെബ്രുവരി 15 തീയതി മുതൽ 28 തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതായത് മഹാശിവരാത്രി ദിവസം മുതലുള്ള ഫലങ്ങൾ. എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസകൾ. എല്ലാവരും ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഈ ഉത്രാട നക്ഷത്രക്കാര് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അവർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളെയും കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ കുടുംബത്തില് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 15 തീയതി മുതൽ 28 തീയതി വരെയുള്ള ദിവസങ്ങള്. ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. ചില പ്രത്യേക കഴിവുകളൊക്കെ ഉള്ളവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും അതുവഴി നിങ്ങൾ ചെറിയ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിജയത്തിലെത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അതൊന്ന് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ വരുമാനമൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. നാനാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നതാണ്. വീട്, വസ്തു എന്നിവയൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വാഹന ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് നിങ്ങൾക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുക. തൊഴിൽപരമായിട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇപ്പോഴുള്ള തൊഴിൽ തന്നെ മാറി മറ്റൊരു മേഖലയിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളുടെ കർമ്മപദം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്രതീക്ഷിതമായിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മപദത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകര്, കലാരംഗത്തുള്ളവര്, കായിക രംഗത്തുള്ളവര്, അങ്ങനെ ഇവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യത ഏറെയുള്ള സമയമാണ്. സ്വയം തൊഴിലിനായിട്ട് പരിശ്രമിക്കുന്നവർക്കൊക്കെ അവർക്ക് സ്വയം തൊഴിലൊക്കെ ചെയ്യാനുള്ള ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന തൊഴിലുകളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങള്. അതുകൊണ്ട് തന്നെ സൂര്യഭഗവാനെ നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്നവരൊക്കെ മാറി പൂർണ്ണ ആരോഗ്യമായിട്ട് തിരികെ വരുന്ന ഒരു സമയമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ എന്തുകൊണ്ടും വളരെ നല്ല ദിവസങ്ങളാണ്. ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുവാനായിട്ട് നിങ്ങൾ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് ആ ഈശ്വരനിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ 2 ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അന്നദാനം നടത്തുമ്പോൾ ഒരുപാട് പേർക്ക് നടത്തണമെന്നൊന്നുമില്ല, ഒരാൾക്കെങ്കിലും നടത്തിയാൽ അത്രയും നല്ലത്. ആ ലഭിക്കുന്ന ആള് ഇതിന് വളരെ അർഹനായിരിക്കണം എന്ന് മാത്രം. ഇല്ല എങ്കിൽ നിങ്ങൾ നടത്തുന്ന ഒരു സൽക്കാരമായിട്ട് മാറും. അങ്ങനെ ഒരാളെ കണ്ടെത്തി നിങ്ങൾ ഈ അന്നദാനം നടത്തുക. അതുപോലെ ഇതിന് അന്നദാനം നടത്താൻ പാങ്ങില്ലാത്തവര് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാര് വരുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സുനിശ്ചിതമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.